Welcome to Electrodynamics, the 41st lecture for semester 3, the 41st lecture, and we are seeing the Maxwell's equations. And today our topic is symmetry of Maxwell's equations, symmetry and beauty of Maxwell's equations. That we are discussing today. You see the symmetry of Maxwell's equations. There is a symmetry, ഒരു സാമ്യം. There is a symmetry in Maxwell's equations. You write as equations. This can be explained as follows. The first two equations are del dot T is 1 by epsilon 0 rho, del dot B is equal to 0. These are the first two equations. In a charge-free region, rho is equal to 0. എവിടെ എങ്കിലും ചാർജ് ഇല്ല എങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി റോ 0 ആകും. Therefore, the two equations become del dot T is equal to 0, del dot B is equal to 0. And these two equations together you mark as 1. That is 1A and 1B. So in a charge-free region, rho is equal to 0. The first two Maxwell's equations become del dot T is equal to 0, del dot B is equal to 0. There is a symmetry. You see, there is a symmetry. That is, if you replace E by B in the first equation, we get the second equation. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഒരു സിമെട്രി കാണാൻ സാധിക്കും, ഒരു സാദൃശ്യം. രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. രണ്ടിൻ്റെ RHS 0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തിനകത്ത് E മാറ്റി B ഇട്ടാൽ രണ്ടാമത്തെ കിട്ടും, അല്ലെങ്കിൽ തിരിച്ച് രണ്ടാമത്തിനകത്ത് B മാറ്റി E ഇട്ടാൽ ഒന്നാമത്തത് കിട്ടും. ഇതൊരു സിമെട്രിയാണ്. അടുത്ത രണ്ടിലും ഇതുപോലെ സിമെട്രി നമുക്ക് കാണാം. എങ്ങനെ നോക്കാം നമുക്ക്. Maxwell's third and fourth equations are del cross E is equal to minus dou B by dou T and del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. In a current-free region, current density J is equal to 0. In a current-free region, J is equal to 0. Current ഇല്ലാത്ത സ്ഥലത്ത് J 0 ആണ്. Therefore, del cross E is equal to minus dou B by dou T. മുകളിലത്തെ ഇക്വേഷനകത്ത് രണ്ടാമത്തിൽ നിന്ന് J ടേം മാറ്റിയാൽ del cross E is minus dou B by dou T. ഒന്നാമത്തെ ഇക്വേഷൻ del cross E dou B by dou T. രണ്ടാമത്തെ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ del cross B ഈക്വൽ ടു J മാറ്റുമ്പോൾ J ടേം മാറ്റുകയാണ് mu 0 epsilon 0 dou E by dou T എന്ന് വരും. ഇവിടെ എന്താ സിമെട്രി? ആ സിമെട്രിക് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ എഴുതണം. ഈ ബി എന്ന് പറഞ്ഞാൽ mu 0 H ആണ്, ഡി എന്ന് പറഞ്ഞാൽ epsilon 0 E ആണ്. അപ്പോൾ ഈ രണ്ട് ടേമും നമ്മൾ മുകളിൽ അങ്ങ് റീപ്ലേസ് ചെയ്യാം. ബിക്ക് പകരം mu 0 H കൊടുക്കുക. അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ ആദ്യത്തത് del cross E is equal to minus mu 0 dou H by dou T എന്ന് വരും. അതുപോലെ രണ്ടാമത്തത് del cross B is equal to mu 0 dou D by dou T എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ഇടുന്ന് നോക്കുക. നിങ്ങൾ ഒന്നാമത്തിനകത്ത് mu 0 H കൊടുക്കും. രണ്ടാമത്തതിനകത്ത് നമ്മൾ epsilon 0 അകത്ത് കൊണ്ടുപോയിട്ട് ഡിയുടെ റൈസിൽ കൊണ്ടുപോയിട്ട് epsilon 0 E ക്ക് പകരം D കൊടുക്കും. ക്യാപിറ്റൽ D you know it is electrical displacement. അങ്ങനെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി നോക്കുക, അവിടെ ഒരു സിമെട്രി ഉണ്ടെന്ന് കാണാം. അതായത് രണ്ട് ഒരുപോലത്തെ ഇക്വേഷൻ, രണ്ടും ക്രോസ് ആണ്. ഒന്ന് ഇയിലും മറ്റേ ബിയിലും. ഒരിടത്ത് mu 0 dou H by dou T, മറ്റൊരിടത്ത് mu 0 dou D by dou T. ഒരു മൈനസിനും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തതിൽ നിന്ന് ഇവിടെ ഈ 2A 2B, ഈ 2A 2B കിട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 2B 2A കിട്ടാൻ എന്ത് ചെയ്യണം, അതാണ് അതിൻ്റെ സിമെട്രി. ഇവിടെ നോക്കൂ. ഫ്രം ദി സെറ്റ് ഓഫ് ഇക്വേഷൻസ് 1 and 2. അപ്പോൾ ഇതൊരു സിമെട്രിയാണ്. ആ സിമെട്രി നമ്മൾ പറയണം. അതിന് മുമ്പ് നമ്മൾ ആദ്യം പറയണം. ഫ്രം ദി സെറ്റ് ഓഫ് ഇക്വേഷൻസ് 1 and 2 we see a symmetry. In the first set, if we replace E by B in first equation, we get the second equation.
ഇൻ ദി സെക്കൻഡ് സെറ്റ്, ഈ കാണുന്ന സെറ്റ്, ഇതാണ് സെക്കൻഡ് സെറ്റ്. ഇൻ ദി സെക്കൻഡ് സെറ്റ് ഇഫ് യു റീപ്ലേസ് E by B and H by minus D, we get the other equation. അതായത് മുകളിലത്തെ 2a ഇക്ക് പകരം ബി കൊടുക്കുക, എച്ചിന് പകരം മൈനസ് ഡി കൊടുക്കുക, മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് താഴത്തെ ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് ബിക്ക് പകരം ഇ കൊടുക്കുക, ഡിക്ക് പകരം എന്ത് കൊടുക്കണം, നമ്മൾ മൈനസ് എച്ച് കൊടുക്കണം, അന്നേരം മുകളിലത്തെ കിട്ടും. ഇതാണ് സിമെട്രി. ഇനി നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സിലബസിൽ പ്രത്യേകം പറയുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ് മാഗ്നറ്റിക് ചാർജ്. നമുക്കറിയാം ഇലക്ട്രിക് ചാർജ്, നമുക്കറിയാം ഇലക്ട്രിക് ചാർജ് ക്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറയും. നമ്മൾ പഠിച്ച പിന്നെ ഇലക്ട്രിക്കൽ ചാർജ് ഡെൻസിറ്റി റോ, പിന്നെ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ del dot E is 1/epsilon rho, അതൊക്കെ പഠിച്ചതാണ് നമ്മൾ. മാഗ്നറ്റിസത്തിൽ അങ്ങനെ ചാർജ് ഉണ്ടോ, അതാണ് നമ്മുടെ ചോദ്യം. മാഗ്നറ്റിക് ചാർജ് എന്താണ്? നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നറ്റിക് ചാർജ് ഇല്ല എന്നാണ്. അതായത് ഇലക്ട്രിക് ചാർജ് പോലെ മാഗ്നറ്റിക് ചാർജ് ഇല്ല എന്നാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഓർക്കണം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സമാനമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, സമാന പ്രോപ്പർട്ടീസ് ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വലിയൊരു ഡ്രോബാക്ക് അതിനകത്ത്, ഡ്രോബാക്ക് എന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് മാഗ്നറ്റിക് ചാർജ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇലക്ട്രിക് ചാർജ് പറയുന്നത് പോലെ അതാണ് ഇവിടെ പറയുന്നത്. മാക്സ്വെൽസ് തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻസ് ആർ del cross E is equal to minus W by dot T, del cross B is equal to mu 0 J plus mu 0 epsilon 0 dot E by dot T. These two equations can be made symmetrical if we introduce a term minus mu 0 J M in the first one. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിമെട്രിക്ക് പകരം വേറൊരു സിമെട്രി പറയുകയാണ്. ഇത് മറ്റൊരു തരത്തിൽ ഈ രണ്ട് ഇക്വേഷനെയും നമുക്ക് സിമെട്രിക്കലാക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. These two equations can be made symmetrical if we introduce a term minus mu 0 Jm in the first one. ഫസ്റ്റ് വണ്ണിൽ മൈനസ് mu 0 Jm ചേർത്താൽ മതി. അപ്പോൾ നോക്കാം നമുക്ക് എന്ത് കിട്ടുമെന്ന്. So the two symmetrical equations are del cross E is equal to minus mu 0 Jm minus W by dot T. നമ്മൾ മൈനസ് mu 0 Jm ചേർത്തതാണ്. That is equation number 1. Del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dot T. അപ്പോൾ ഈ നേരത്തെ ഉള്ള ആ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞാൽ അതിനകത്ത് മൈനസ് mu 0 J ഇല്ല, അത് നമ്മൾ ചേർത്തിരിക്കുകയാണ്. ചേർത്ത ഇക്വേഷൻ മാറുമല്ലോ, ഇക്വേഷൻ മാറാൻ പാടില്ല, അതാണ് മാക്സ്വെൽ ഇക്വേഷൻ രീതി അതാണ്. അപ്പോൾ ഈ ടേംസ് തീർച്ചയായിട്ടും 0 വരണം. മൈനസ് mu 0 J 0 ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഒറിജിനൽ മാക്സ്വെൽസ് ഇക്വേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ mu 0 Jm എന്താണ്, അതില്ലാത്ത ടേമാണ് എന്ന് പറയാൻ പോവുക. ഹിയർ Jm, ഈ കറണ്ട് ഡെൻസിറ്റി ജെക്ക് പോലെ Jm എന്ന് പറയട്ടെ, ഈ മാഗ്നറ്റിക് കറണ്ട് ഡെൻസിറ്റി. ഹിയർ Jm is the current density of magnetic charge. Then it is possible to write the equation of continuity as del dot Jm is equal to minus d dou rho m by dou t. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. del dot J plus dou rho by dou t 0 ഇലക്ട്രോഡൈനാമിക്സിലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയാണ്. അതിവിടെ റൈറ്റ് സൈഡിൽ കൊണ്ട് മൈനസ് ആയിട്ട് പറയാണ്. del dot Jm is equal to minus dou rho m by dou t. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മാഗ്നറ്റിസത്തിൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. But the existence of
മാഗ്നറ്റിക് ചാർജ് ഹാസ് നോട്ട് ബീൻ ഡിറ്റക്റ്റഡ്. ഈ മോണോപോൾ ഉണ്ട്, മോണോപോൾ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ആസ് ഫാർ ആസ് വി നോ, റോയം ഈസ് സീറോ എവരിവെയർ ആൻഡ് സോ ആസ് ജെയം. നമുക്കറിയാവുന്നിടത്തോളം പറഞ്ഞാൽ റോയം സീറോയാണ്, അതുകൊണ്ട് തന്നെ ജെയം സീറോ ആയിരിക്കും. ദിസ് ഷോസ് ദാറ്റ് ബി ഈസ് നോട്ട് ഓൺ ഈക്വൽ ഫുട്ടിങ് വിത്ത് ഇ. അപ്പൊ ഇത് ചോദിക്കുന്നത്, ഇത് പറയുന്നത് ഇയുടെ അതേ ഫുട്ടിങ്, അതേ അടിത്തറ ബിക്ക് എന്നുള്ളതാണ്. നമ്മൾ ബിയും ഇയും ഒക്കെ സിമെട്രിക് ടേമായിട്ട് പറഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും നമ്മൾ എല്ലായിടത്തും പറയുമെങ്കിലും ബിക്ക് ഇയുടെ അത്രയും അടിത്തറയില്ല, അത്ര അടിസ്ഥാനമായിട്ടുള്ള കാര്യമല്ല ബി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മാഗ്നറ്റിക് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ആശയം. മാഗ്നറ്റിക് ചാർജ് എന്ന് പറയാം, പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല. മോണോപോൾ ടൈം, ദാറ്റ് ഈസ് ചാർജ്, മാഗ്നറ്റിക് ചാർജ്. മോണോപോൾ ടൈം എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇവിടെ ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് രണ്ടും കൂടി ഒരുമിച്ച് പറയാം. ദ മാഗ്നറ്റിക് ടൈം, ദാറ്റ് ഈസ് ചാർജ് എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ബട്ട് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ മാഗ്നറ്റിസം. That is, magnetic charge does not seem to exist. മാഗ്നറ്റിക് ചാർജ് ഉള്ളതായിട്ട് കാണുന്നില്ല. അതുതന്നെയാണ് മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ഓർഡർ മാഗ്നറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് പറയണം നമ്മൾ. Explain the non-existence of monopole on magnetic charge. മാഗ്നറ്റിക് ചാർജിന്റെ മോണോപോൾ ഇല്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ആൻസർ ഇത് പറഞ്ഞത്. അടുത്തത് മാക്സ്വെൽസ് ഇക്വേഷൻ മാറ്റർ. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച മാക്സ്വെൽസ് ഇക്വേഷൻ എല്ലാം വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണ്. ഇനി വസ്തുക്കളിൽ വന്നാൽ ഒരു ഡൈലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് മീഡിയം, അതിലേക്ക് വന്നാൽ മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെ ഇരിക്കും. മാറ്ററിലേക്ക് വന്നാൽ അതാണ് പറയുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്റർ. അപ്പോൾ ആദ്യം പറയുന്നത് ഫീൽഡ് ഇക്വേഷൻ ഇൻ വാക്വമാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് ആർ ഡെൽ ഡോട്ട് E is 1/epsilon 0 rho. Equation number 1, del dot B is equal to 0. Equation number 2, del cross E equal to minus dou B by dou T. Equation number 3, del cross B is equal to minus mu 0 J plus mu 0 epsilon 0 dou E by dou T. Equation number 4. അപ്പോൾ എല്ലാവരും ഇതിനകം തന്നെ ഇത് കാണാൻ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുക. ഈ 4 ഇക്വേഷൻ എപ്പോൾ ചോദിച്ചാലും പറയേണ്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് വാക്വം ഇക്വേഷനാണ്. മാക്സ്വെൽസ് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയും. മാക്സ്വെൽസ് ഫീൽഡ് ഇക്വേഷൻസ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഇനി മാറ്ററിലേക്ക് വരുമ്പോൾ ഇത് സംഭവിക്കുന്നു നോക്കുക. മാറ്ററിലേക്ക് വരുമ്പോൾ വാക്വം മാറി, ഫ്രീ സ്പേസ് മാറി, മാറ്ററിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം ഇക്വേഷനകത്ത് ഉണ്ടാകും നോക്കുക. ദീസ് ഇക്വേഷൻസ് ആർ റിട്ടൺ ഫോർ ഫ്രീ സ്പേസ്, ബട്ട് ഫോർ എ ലീനിയർ ഐസോട്രോപിക് ഹോമോജീനിയസ് മീഡിയം we have to replace mu 0 by mu and epsilon 0 by epsilon. അപ്പോൾ ഫ്രീ സ്പേസ് മാറ്റി ഒരു മീഡിയത്തിലേക്ക് വന്നാൽ ലീനിയർ ഐസോട്രോപിക് ഹോമോജീനിയസ് മീഡിയം, ഒരു ഡെൻസിറ്റി ഉള്ള, ഒരു റിഫ്രാക്റ്റീവ്നെസ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? mu 0യെ mu കൊണ്ട് റീപ്ലേസ് ചെയ്യണം, epsilon 0യെ epsilon കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ മാക്സ്വെൽ ഇക്വേഷൻ ഏത് ഫോം സ്വീകരിക്കും? therefore മാക്സ്വെൽ ഇക്വേഷൻസ് assume the form del dot T is equal to 1/epsilon 0 മാറ്റി 1/epsilon 0 rho, del dot B is equal to 0, del cross E is equal to minus dou B by dou T, del cross B is equal to mu 0 J plus mu 0 mu J plus mu epsilon dou E by dou T. അപ്പോൾ ഇത്രയുള്ള മാക്സ്വെൽ ഇക്വേഷൻ നമ്മൾ മാറ്ററിൽ എഴുതിയാൽ അത് ഡൈലക്ട്രിക് മീഡിയ ആകാം, അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് മീഡിയ ആകാം, എനി മാറ്റർ ഫ്രീ സ്പേസ് ഒഴിച്ച് എനി മാറ്ററിൽ നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ അവിടെ മ്യൂവിന് പകരം mu 0ക്ക് വരെ mu എന്ന് പറയണം, epsilon 0ക്ക് വരെ epsilon എന്ന് പറയണം. epsilon അറിയാമല്ലോ, epsilon ഈസ് epsilon 0 epsilon r.
അപ്പം അതിൻ്റെ ക്വസ്റ്റ്യനാണ്. Write down the Maxwell's equations. You write equations in matter. മാറ്ററിലെ മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതുക. ഇത്രയും സ്റ്റെപ്പ് എഴുതണം. എന്തുകൊണ്ട് എപ്സിലൺ വരുന്നു അല്ലെങ്കിൽ മ്യൂ വരുന്നു, ആ കാരണം കൂടി പറയണം. That is all with our 41st lecture on electrodynamics. Thank you very much.